പള്ളി കൈയടക്കി, ഇനി ഞങ്ങൾക്ക് പള്ളിക്കൂടവും വേണം. ക്രൈസ്തവരുടെ പള്ളിക്കൂടവും അടിച്ചു മാറ്റി ശൂന്യതയിൽ നിന്ന് ചരിത്രം സൃഷ്ടിക്കാൻ കാന്തപുരം മുസലിയാർ. ഇസ്ലാമിക പണ്ഡിതനും പ്രമുഖ സുന്നി നേതാവുമായ കാന്തപുരം അബൂബക്കർ മുസലിയാരുടെ വിശ്വാസപൂർവം എന്ന ആത്മകഥ ശശി തരൂർ MP-ക്ക് നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ഇത് ഐക്യ കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് മലബാറിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ചരിത്രത്തിൻ്റെ മുന്നേറ്റവും അനേകം ജീവിതങ്ങളുടെ പ്രതിഫലനവുമായി മാറുമെന്നുമൊക്കെ മുഖ്യമന്ത്രി ആശംസിക്കുകയും ചെയ്തു. ആ ആത്മകഥാ പുസ്തകത്തിൽ പള്ളിക്ക് പിന്നാലെ പള്ളിക്കൂടം എന്ന വാക്കും ആസൂത്രിതമായി അടിച്ചു മാറ്റിക്കൊണ്ട് മുസലിയാർ ശൂന്യതയിൽ നിന്ന് ചരിത്രം സൃഷ്ടിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. മുസ്ലിം മതവിഭാഗത്തിൻ്റെ മതപഠനശാലയായ ഓത്തുപള്ളിയും സ്കൂളും തമ്മിലുള്ള ബന്ധം കൊണ്ടാണ് സ്കൂളുകൾക്ക് പള്ളിക്കൂടം എന്ന് പേരുണ്ടായതെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് കാന്തപുരം മുസലിയാർ തൻ്റെ ആത്മകഥയിൽ ചരിത്രത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. മോസ്ക് അല്ലെങ്കിൽ മസ്ജിദ് എന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന മുസ്ലിം ആരാധനാലയങ്ങളെ പള്ളികൾ എന്നാക്കി മാറ്റാൻ ക്രിസ്ത്യൻ പള്ളികളെ ചർച്ച് എന്നാക്കി ചിലർ നടത്തിയ നീക്കങ്ങളുടെ അടുത്ത ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന പള്ളിക്കൂടം എന്ന പദത്തിലും ആവർത്തിച്ചിരിക്കുന്നത്. കുറച്ച് നാളുകളായി കേരളത്തിലെ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ആരാധനാലയങ്ങളെ വിശേഷിപ്പിക്കുന്ന പദങ്ങളിൽ ആസൂത്രിതമായ മാറ്റം വരുത്തുവാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ ആരാധനാലയങ്ങളെ ട്രഡീഷണലായി വിളിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികൾ എന്ന പദം മാറ്റി ചർച്ചുകളെന്നും മോസ്കുകളെന്നും മസ്ജിദുകളെന്നുമൊക്കെ കാലങ്ങളായി അറിയപ്പെട്ടിരുന്ന മുസ്ലിം ആരാധനാലയങ്ങളെ പള്ളികൾ എന്നും വിശേഷിപ്പിക്കാനുള്ള ചിലരുടെ മനഃപൂർവ്വമായ പരിശ്രമങ്ങളാണ് ഇതിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ക്രിസ്ത്യൻ പള്ളികളോട് ചേർന്ന് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ കെട്ടിയുണ്ടാക്കിയ പള്ളി ഷെഡുകളെ വിശേഷിപ്പിച്ചിരിക്കുന്ന പള്ളിക്കൂടം എന്ന പദവും അപഹരിക്കാൻ ശ്രമങ്ങൾ നടത്തിയിരിക്കുകയാണ്. ഇത് എന്താണെങ്കിലും സതുദ്ദേശപരമാണെന്ന് തോന്നുന്നേയില്ല. 1846 കാലത്താണ് കോട്ടയം ജില്ലയിലെ മാന്നാനത്തെ പള്ളിയോട് ചേർന്ന് ചാവറയച്ചൻ സംസ്കൃത വിദ്യാലയവും ഒപ്പം ആർപ്പൂക്കര എന്ന ഗ്രാമത്തിൽ നാനാജാതി മതസ്ഥർക്കായി പ്രൈമറി സ്കൂളും ആരംഭിച്ചത്. ആ വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ ഭാഗമായാണ് പള്ളിയിലെ പൊന്നിൻ കുരിശ് വിറ്റിട്ടാണെങ്കിലും പള്ളിക്കൂടം നടത്തണം എന്ന് അച്ഛൻ പറഞ്ഞത്. 1856 എല്ലാ പള്ളികളിലും പള്ളിക്കൂടങ്ങൾ ആരംഭിക്കണമെന്ന് കർമ്മലീത്ത സഭാ നേതൃത്വം നിർദ്ദേശിച്ചത്. ഇടവകകൾ അത് അനുസരിച്ചില്ലെങ്കിൽ പള്ളി മുടക്ക് കൽപ്പിക്കുമെന്ന് പോലും അന്ന് അച്ഛൻ പറഞ്ഞെന്നാണ് ചരിത്രം. ചാവറയച്ചൻ 1867 വത്തിക്കാന് കൊടുത്ത റിപ്പോർട്ടിൽ 104 സുറിയാനി പള്ളികളോട് ചേർന്ന് 191 പള്ളിക്കൂടങ്ങൾ ഉണ്ടെന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. എല്ലാവരും ഒത്തുകൂടുന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ പൊതുപ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഒക്കെ മോസ്കുകളെ മുസ്ലിം പള്ളികൾ എന്ന് വിശേഷിപ്പിക്കുകയും പിൽക്കാലത്ത് ജമായത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ ആ പദത്തെ ആസൂത്രിതമായി സ്വന്തമാക്കുകയും അവരുടെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും അതിനെ പ്രചണ്ഡമായി തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്താണ് പള്ളിയെയും ഇപ്പോൾ പള്ളിക്കൂടത്തെയും അവർക്ക് വേണ്ടി സമുദായവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത്. കാന്തപുരം സാഹിബിനെ പോലെ സമൂഹം ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ ചരിത്ര സംബന്ധിയായ തൻ്റെ പുസ്തകത്തിൽ വളരെ തെറ്റായ പരാമർശങ്ങൾ നടത്തിയത് ഖേദകരമായി പോയി എന്ന് പറയാതെ തരമില്ല.